നമസ്കാരം. നാടകം ജീവിതത്തിലേക്ക് സ്വാഗതം. നാടകപ്രേമികൾ ഒരു കാലത്ത് തിയേറ്ററിൻ്റെ പേര് കേട്ടാൽ നടന്നും സൈക്കിളിലുമൊക്കെ നാടകം കാണാൻ പോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത്രയും നാടക പാരമ്പര്യമുള്ള കൊല്ലം അനശ്വരയുടെ പുതിയ നാടകം ആകാശത്തൊരു കടൽ തിരശീല ഉയരുന്നത് മുതൽ തിരശീല വീഴുന്നതുവരെ പ്രേക്ഷകരെ ഉദ്യോഗത്തിൻ്റെ അതിർത്തി വരമ്പുകൾ കടത്തുന്ന നാടകമാണ് ആകാശത്തൊരു കടൽ. എൻ്റെ സ്വദേശം ചേർത്തലയിലാണ്. ഞാൻ കഴിഞ്ഞ 26 വർഷമായിട്ട് മലയാള പ്രൊഫഷണൽ നാടകരംഗത്ത് അഭിനേതാവായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ കൊല്ലം അനശ്വരയുടെ ആകാശത്തൊരു കടൽ എന്ന നാടകത്തിൽ കേന്ദ്ര കഥാപാത്രമായ മഹേന്ദ്രൻ എന്ന പോലീസ് ഓഫീസറുടെ വേഷം കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ആ നാടകത്തിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആനന്ദൻ മുതലാളി എന്നൊരു വേഷവും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഈ നാടകം ഈ വർഷം ഓണത്തിന് മുൻപായിട്ടാണ് റിലീസായത്. ആദ്യ അവതരണം കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിലായിരുന്നു. വളരെയേറെ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റുകയും ഒപ്പം കേരളത്തിലെ വിവിധ സാംസ്കാരിക സംഘടനകൾ സംഘടിപ്പിക്കുന്ന മലയാള പ്രൊഫഷണൽ നാടക മത്സരങ്ങളിലും അതുപോലെ തന്നെ നാടകമേളകളിലുമൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ വർഷത്തെ ഏറ്റവും അതിശക്തമായ പ്രമേയമാണ് ഞങ്ങളുടെ ഈ നാടകം പറയുന്നത്, ആകാശത്തൊരു കടൽ. എനിക്ക് നിങ്ങളെ കുറിച്ച് തോന്നിയിട്ടുള്ളത് പറഞ്ഞേ. താങ്കൾക്ക് ഭാര്യ ലേശം പേടിയുണ്ടെന്നാ. അത് ഞാൻ വേറെ ജനിക്കണം. താൻ എന്താണ് എന്നെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? ഭാര്യ പേടിയാണ് പോലും. പേടിയല്ല പരസ്പര ബഹുമാനം. പരസ്പര ബഹുമാനം അല്ലേ? ഈ നാടകം കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രൊഫഷണൽ നാടകങ്ങൾ പിന്തുടരുന്ന ആ സ്ഥിരം പാറ്റേണിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു നാടകത്തിൽ തുല്യ പ്രാധാന്യമുള്ള 2 നായക കഥാപാത്രങ്ങളാണ് ഈ നാടകത്തിൻ്റെ ഒരു പ്രത്യേകത. ഒപ്പം മനുഷ്യൻ്റെ നന്മകൾ ചെയ്യുന്നൊരു വ്യക്തിയും നന്മകൾക്ക് വേണ്ടി ജീവിക്കുന്ന, അവൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു കഥാപാത്രവും ഒപ്പം തികച്ചും കുടുംബത്തെ മറന്ന് ജീവിക്കുന്ന മറ്റൊരു കഥാപാത്രം നേരെ ഓപ്പോസിറ്റുമായി വരുന്ന 2 കേന്ദ്ര കഥാപാത്രങ്ങൾ ഈ നാടകത്തിലൂടെ വളരെ മനോഹരമായ ഒരു കുടുംബകഥ പറയുന്നു. ഒപ്പം ചിരിക്കാനും ചിന്തിക്കുവാനും എല്ലാം കൊണ്ടും തികഞ്ഞ പരിപൂർണമായ ഒരു പ്രൊഫഷണൽ നാടകമാണ് ഈ വർഷം ഇറങ്ങിയതിൽ ഏറ്റവും മികച്ചത് എന്ന് പറയാൻ കഴിയുന്നത്. ശ്രീകുമാർ മാരാത്തിൻ്റെ രചനയ്ക്ക് കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടനടനും സംവിധായകനുമായ വത്സൻ നിസരിയാണ് സംവിധായകൻ. 2 വ്യക്തികൾ, 2 സ്വഭാവമുള്ളവർ, 2 കുടുംബങ്ങൾ, പുതുമയും വ്യത്യസ്തവുമായ കഥ പുതുമയോട് അവതരിപ്പിച്ച് കയ്യടി നേടുകയാണ് ഈ നാടകം കൊല്ലം അനശ്വരയുടെ ആകാശത്തൊരു കടൽ. ഈ വേലിക്കപ്പുറം മരണമാണ് സുഹൃത്തെ. ആ ബോധ്യത്തോട് തന്നെ ഞാൻ ഇവിടെ നിന്നത്. ഓഹോ, അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം ഞാൻ കരുതിയത് തന്നെ. എന്റെ പിൻവിളി ഇല്ലായിരുന്നെങ്കിൽ ഈ വേലിക്കപ്പുറമുള്ള ആളുകളിൽ നിങ്ങളെല്ലാം അവസാനിപ്പിച്ചേ. എന്റെ തീരുമാനം മാറ്റാനുള്ള ശക്തിയൊന്നും നിങ്ങളുടെ പിൻവലിക്കില്ല. എന്നിട്ട് നിങ്ങൾ അത് ചെയ്തില്ല. അതിനർത്ഥം ജീവിക്കാനുള്ള ആഗ്രഹം ഇനിയും ബാക്കിയുണ്ടെന്നുള്ളതാണ്.
38 വർഷക്കാലമായി പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. 68-ൽ പരം പ്രാദേശിക അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അനശ്വരയിൽ സുപ്രീം കോർട്ട് എന്ന് പറയുന്ന നാടകത്തിലൂടെയായിരുന്നു ഞാൻ വന്നത്. വീണ്ടും ആകാശത്തൊരു കടൽ എന്ന നാടകത്തിൽ അഭിനയിക്കുന്നു. ഈ നാടകത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ശ്രീകുമാർ മാരാത്താണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് വത്സൻ നിസരി. ഈ നാടകത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ 2 പേരുടെ കഥയാണ് ഈ നാടകത്തിൽ വിഷയമാകുന്നത്. കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയും കുടുംബം മറന്ന് ജീവിക്കുന്ന മറ്റൊരു വ്യക്തിയും. ആ കുടുംബം മറന്ന് ജീവിക്കുന്ന ചക്രപാണി എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് ഞാൻ ഈ നാടകത്തിൽ അഭിനയിക്കുന്നത്. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. അവസാനം കുടുംബത്തിന് വേണ്ടി എല്ലാം ത്യജിച്ച് ജീവിക്കുന്ന ആളും കുടുംബം മറന്ന് ജീവിച്ചവനും ഒരുമിച്ച് ഒരു ആത്മഹത്യാ മുനമ്പിൽ എത്തിച്ചേരുന്നിടത്ത് നിന്നാണ് ഈ നാടകത്തിൻ്റെ തുടക്കം. അവസാനം അതേ ആത്മഹത്യാ മുനമ്പിൽ തന്നെയാണ് ഈ നാടകം അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ സസ്പെൻസ് ഞാൻ പറയുന്നില്ല. അത് നാടകം കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. എന്നെ പറ്റി മോളെ കാശടത്തില്ലയോ? ഓ, നിന്റെ എവിടുന്ന ചേട്ടൻ അറിയാം. ചന്ദ്രു അവിടെ ഇല്ലാത്തോണ്ടാ അടച്ചോ. നീ അതെ കുത്തിയേച്ചു പോകും. അയാളുടെ ജോലിയാ ചെയ്തത്. അതിനയാളെ ഭീഷണിപ്പെടുത്തണ്ട. ഭീഷണിയോ? ഞാനോ? അയ്യോ, ഞാൻ അങ്ങനെ വല്ലതും സംസാരിച്ചോ? നീ എന്നെ ഇങ്ങനെ കൊച്ചാക്കല്ലേ മോളെ. ഒടുക്കത്തെ ചൂടാ, ഒടുക്കത്തെ ചൂടാ. അപ്പൊ ഫാനില്ലാതെ എങ്ങനെയാണ്? എടാ, ഞാൻ വൈകിട്ടൊക്കെ പോവും. നീ വന്ന് ഊരിക്കോ. ഞാനല്ലേ മോളെ, ഞാനല്ലാരും വന്നിട്ടോ. ചന്ദ്ര ചെന്ന് കുത്തടാ. പ്രാദേശിക അവാർഡുകളായ ഷൊർണൂർ ബാലങ്കേ നായർ അവാർഡ്, കാസർഗോഡ് മാണിയാട്ട്, കോട്ടയം ദർശന, കുണ്ട്ര ഫൈനാൻസ് സൊസൈറ്റി തുടങ്ങി നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. നാടകരചന ശ്രീകുമാർ മാരാത്ത്, സംവിധാനം വത്സൻ നിസരി, ഗാനങ്ങൾ രാധാകൃഷ്ണൻ കുന്നുംപുറം, സംഗീത സംവിധാനം അനിൽ മാള, രംഗപടം വിജയൻ കടമ്പേരി. അഭിനേതാക്കളും കഥാപാത്രങ്ങളും: മധുക്കുട്ടൻ KPC ചക്രപാണി, രാജേഷ് കോലനാട് മഹേന്ദ്രൻ ആനന്ദൻ, വിനാംസി ഹാസ്യനടൻ രവി അരവിന്ദനാശാൻ, മഹേന്ദ്രൻ അനീഷ് ശരത്, മുംതാസ് അനിത ഗായത്രി, ആശ വൈഗ രത്നമ്മ. അവരുടെ ജോലി ചെയ്യട്ടെ അരവിന്ദേട്ടാ. എന്റെയും മോന്റെയും ജീവിതം തന്നെ ഇരുട്ടില്ല. പിന്നല്ലേ വീട്. കഴിഞ്ഞ തവണ എന്താ പറയാ, ഞാൻ വന്ന പീസ് കൂടി രാത്രിയായപ്പോ താനങ്ങൾക്കങ്ങ് കുത്തി. അത് പിന്നെ പീസ് കൂടിയാലും മീറ്റർ വരെ കറണ്ട് പോലും. അത് വെറുതെ പാഴാക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഇതിങ്ങെടുത്തു. കൊണ്ടുപോയി പുഴുകിത്തില്ലടാ. എടാ, ഒരു കഷ്ണം കമ്പി വളച്ച് കുത്തിയാ മതി. മതി. ആയിസറ്റ് ചാവാൻ നോക്കണോ? കറണ്ട് കുത്താൻ നടക്കുന്നു വയസ്സ് കാലത്ത്. ഞാൻ ഇപ്പം 3ാമത്തെ വർഷമാണ് അനശ്വരയിൽ നിൽക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ നാടകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ സീരിയലും സിനിമ ഇതൊക്കെയാണ് കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവരും കാണാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്ക് നാടകം എപ്പോഴും ഒരു മെസ്സേജ് ആയിരിക്കും. ആ മെസ്സേജിനെ നമ്മൾ കുടുംബമായിട്ട് കാണാനുള്ള ഒരു മീഡിയയാണ് നമുക്ക് നാടകം എന്ന് പറയുന്നത്. അത് നമ്മൾ പലരും ഇമ്പോർട്ടൻ്റ് കൊടുക്കാറില്ല. പക്ഷെ നമ്മൾ കാണുമ്പോഴത്തേക്ക് നാടകത്തിൻ്റെ പ്രത്യേക ഒരു റീടേക്ക് ഇല്ലാത്തൊരു സംഭവമാണല്ലോ നാടകം. അപ്പോൾ അത് കുട്ടികൾക്കാണെങ്കിൽ ഏറെ മനസ്സിലാകുന്ന ഒരു ഭാഷ തന്നെയാണ് നാടകം. നമ്മളത് കുടുംബ സദസ്സായിട്ടിരുന്ന് കാണേണ്ട രീതിയിൽ കട്ട് ചെയ്ത് നമ്മൾ ഇതാക്കുന്നതാണ്. അപ്പോൾ എന്നും ഒരു മെസ്സേജ് ആയിരിക്കും നാടകം. നമുക്ക് അനാവശ്യമായ കൂട്ടിച്ചേർക്കലൊന്നും പറ്റത്തില്ല. പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ഈ ആകാശത്തൊരു കടലിനകത്ത് വരച്ചു വെച്ചേക്കുന്നത്.
അപ്പോൾ നല്ല രീതിയിൽ ഞങ്ങൾ നാടകം കളിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നടീനടന്മാരൊക്കെ ആണെങ്കിലും പിന്നെ കുറേ വർഷത്തെ പാരമ്പര്യവും പരിചയമുള്ളവരൊക്കെ തന്നെയാണ്. അനിതേ, എത്ര നാൾ കൂടിയാ മോളെ വന്നത് ഞാൻ? നീ എന്താടി ഇങ്ങനെ ഒരുമാതിരി? പേടിച്ചിട്ടാ പേടിയോ? എന്നെയോ? ചേരിയിൽ കിടന്ന് ചീഞ്ഞ് നാറണ്ടവളെയാ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിയത്. ഓ, ഒരു വല്ലാത്ത കൂട്ടലായി പോയി. അതിനിങ്ങനെയാണോ മോളെ വേണ്ടത്? ആണോ? പറയടി. എന്നെ മോനെ നിങ്ങൾ നോക്കാറുണ്ടോ? ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കുള്ള തരാറുണ്ടോ? നിങ്ങൾക്കിതൊരു സ്വത്ര. ഞാനും മോനും ചുമക്കാനിറക്കുന്ന വിഴുപ്പുകൾ. ഇപ്പോൾ എല്ലാവരും പറയും നശിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാം. പക്ഷെ നാടകം നശിക്കുന്നില്ല, മരിക്കുന്നില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇത് കൈപിടിച്ചുയർത്തേണ്ടത് ഇങ്ങനെ സാംസ്കാരിക പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ നാടകം ഇതാക്കേണ്ടത്. ആകാശവും കടലും അങ്ങേയറ്റത്തെ രണ്ട് വൈരുദ്ധ്യങ്ങളാണ്. അതുപോലെ വൈരുദ്ധ്യങ്ങൾ പേർന്ന രണ്ട് മനുഷ്യരുടെ ജീവിതയാത്രയാണ് ആകാശത്തൊരു കടൽ പ്രേക്ഷകർക്ക് മുന്നിൽ പറയുന്നത്. കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യർ, കുടുംബത്തെ മറന്ന് ജീവിക്കുന്നവർ, ഇതിന് രണ്ടിനും ഇടയിലെവിടെയോ ആണ് ജീവിതമെന്ന് ഒരു മരണമുനമ്പിലെ തിരിച്ചറിവ് പകർന്നു നൽകുന്നതാണ് ആകാശത്തൊരു കടൽ. അച്ഛാ, ഞാൻ ഹോസ്റ്റലിൽ ചാടി വന്നൊന്നുമല്ല. അതെ, എല്ലാ വീക്കെൻഡിലും എന്റെ അച്ഛന്റെ അടുത്ത് വന്നില്ലെങ്കിൽ ഒരു സങ്കടം. പക്ഷേ എല്ലാ വീക്കെൻഡും ഇങ്ങോട്ട് ഇങ്ങനെ ചാടിയ പിന്നെ പഠിക്കാൻ ഇവിടുന്നാണ് ഈ നേരം. എനിക്ക് പിന്നെ ഞാൻ വരുന്നില്ല. അതല്ലാന്ന് നീ വരുന്ന എനിക്കൊരു ആശ്വാസം. പക്ഷേ പഠനത്തെ ബാധിക്കരുത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നോക്കണം. അതുപോലെ കാശ് മുടക്കിയാ പഠിപ്പിക്കുന്നത്. കാശ് മുടക്കിയാലെന്താ? അടുത്ത വർഷം വീട്ടിലൊരു ഡോക്ടർ ആയില്ലേ? ഡോക്ടർ എന്തുവാണ് ഇത്? അല്ല മക്കളെ, വെറ്റിനറി കോളേജിലെ മൃഗങ്ങൾക്കൊക്കെ സുഖമാണോ? ഒരെണ്ണം എലിപ്പനി വന്ന് ചത്തു. രാവിലെ തന്നെ ഇവിടെ വന്ന് കുറ്റി അടിച്ചോ? അല്ല, ലോകമൊന്നും ഇല്ലേ? നമ്മള് പാവം ഡ്രൈവർ മർദ്ദനമൊക്കെ ഏമാന്മാർക്ക്. മനസാക്ഷിക്ക് നിരക്കാത്തൊന്നും എന്റെ അച്ഛൻ ചെയ്യില്ല. ഞാനൊരു തമാശ പറഞ്ഞാടി. ഞാൻ വണ്ടിയിലുണ്ടാവും. ഞാൻ കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി സ്വദേശിനിയാണ്. പറയുകയാണെങ്കിൽ നാടകം കൊണ്ട് ഒരുപാട് ഉയരങ്ങളിൽ പെട്ടെന്ന് എത്തണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അഭിനയം കൊണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. കുറഞ്ഞ സമയം കൊണ്ട് എവിടേക്കോ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേര് കണ്ട് ആ വേഷം ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് മെച്ചുവേർഡായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ നാടകത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഇനിയും അവസരങ്ങൾ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഈ ജനറേഷനിലല്ല, പഴയ ജനറേഷനെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം KPSC പോലെയുള്ള KPSC ലളിതാമ്മയെ പോലെ ഒരാളാവണം എന്ന് ആഗ്രഹിക്കുന്ന, ഉള്ളിൽ കുഞ്ഞുനാൾ തൊട്ടേ മോഹങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. മോള്, എൻ്റെ ഇളയ മകള് KPSCയിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൽ അവൾക്ക് വേഷം കിട്ടിയപ്പോഴാണ് നാടകത്തിൽ അവളേക്കാൾ ഉയരത്തിലെത്തണം എന്ന് വാശിയോടെ ഇറങ്ങിത്തിരിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരുപാട് പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പം നിൽക്കുന്ന തട്ടകം എന്ന് പറയുന്നത് കൊല്ലം മനശ്ശേരിയുടെ ആകാശത്തൊരു കടൽ എന്നാണ്. അപ്പോൾ ഒരു കൊളോക്കിയലായിട്ട് പറഞ്ഞാൽ ആശയ്ക്കൊരു കടൽ, അഭിമാനത്തിൻ്റെ ഒരു കടലാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു കസേര. 2 വേഷം ചെയ്യുന്നുണ്ട്. അത് വളരെയധികം ഒരുപാട് ജീവിതങ്ങളെ ഒരുമിപ്പിച്ച് വെക്കുന്ന ആ ഒരു തട്ടകത്തിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ആ കഥ അല്ലെങ്കിൽ ആ നാടകം ഒരു വട്ടം കാണുന്നവർക്ക് ഒരുപാട് ചിന്തിക്കാനും വരും തലമുറയെ വാർത്തെടുക്കാനും, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പം നമ്മൾ എപ്പോൾ മാധ്യമങ്ങൾ തുറന്നാലും ആത്മഹത്യ,
ഒന്ന് ആൾക്കാർക്ക് ഒന്ന് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടികൾക്ക് പോലും ഒരു പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യാൻ പറ്റാത്ത പല കുട്ടികളെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തെ ഈ കഥയുടെ ത്രെഡ് നിങ്ങളെല്ലാം സഹായിക്കും. അതായത് ആത്മഹത്യ, 2 പേര് ഒരേ മുനമ്പിലെത്തുന്ന ആത്മഹത്യ കേന്ദ്ര തിങ്സായിട്ടുള്ള ഒരു കഥയാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം, ആ വഴിയെ പോയാൽ അത് തെറ്റാണ്, ഈ വഴിയെ പോയാൽ ചിലപ്പോൾ ശരിയാകും എന്ന് കുട്ടികൾക്ക് ഒരു ചിന്ത കൊടുക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ കണ്ടേ പറ്റൂ, എല്ലാവരും കാണണം. അങ്കിള് നീ എന്താണ് ഇവിടെ? അങ്കിള് തന്നെ കാണുന്നതേ കൽപ്പം അല്ലേ അങ്കിള്? കലിപ്പ്. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം എന്റെ കൂടി വീടാ. ഓ ശരി ശരി ശരി, ഇനി അതിന് തർക്കം വേണ്ട. അച്ഛാ, അനീഷേട്ടനെ ഞാനാ വിളിച്ചത്. നീയോ? എന്തിനാ? അതൊന്നുമില്ലെങ്കിലേ ഇവിടെ കോളേജിലൊരു പ്രശ്നം. എന്ത് പ്രശ്നം? നിനക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നോടാ പറയേണ്ടത്. അവന്റെ മുറപ്പെണ്ണാ ഇവള്, അവന് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഗായത്രി, അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. എന്താ മോളെ പ്രശ്നം? ഒന്നുമില്ല ചാ, എന്റെ ജൂനിയർ ഒരുത്തിയുണ്ട്, അവളിത്തിരി ഓവർ സ്മാർട്ട് കളിക്കുന്നു. അതിന് ഇവനെന്ത് സൊല്യൂഷൻ ഉണ്ടാക്കാൻ? ഇവൾക്ക് ആളുണ്ടെന്ന് കാണിക്കണ്ടേ? പോയൊരു വാണിംഗ് കൊടുത്തു, അത്രേ ഉള്ളൂ. മതി മതി മോളെ, നീ പഠിക്കാനാ പോകുന്നു. ആവശ്യമില്ലാത്ത ഏടാകൂടങ്ങളിൽ തലവെച്ചു കൊടുക്കുക. അങ്ങനെയൊന്നുമില്ല ചാ, വെറുതെ ഒരു രസത്തിന്. അച്ഛൻ എന്നെ വിശ്വാസമില്ലേ? നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 12-14 വയസ്സുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം മുട്ടറ എന്ന് പറയുന്ന പാറക്കെട്ടിന് മുകളിൽ ഇരുന്ന കുട്ടികൾ പെട്ടെന്ന് 9ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആത്മഹത്യ കൊണ്ട് ആർക്കൊക്കെ രക്ഷപ്പെടാം, ആരൊക്കെ നശിക്കുന്നു എന്നുള്ള കുട്ടികൾക്കൊരു ചിന്ത ഉണ്ടാവുന്ന ഒരു ത്രെഡാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഞങ്ങൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും കഥ ഞങ്ങളിലേക്ക് തന്നതേ ഉള്ളൂ. അതിൻ്റെ ശ്രീകുമാർ മാരത്ത് സാർ എഴുതി വെച്ചു, വത്സൻ സാറ് അത് ചമയം ഞങ്ങൾക്ക് തന്നു. അപ്പം ഞങ്ങളത് ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ, കൈകളിൽ എത്തിയതേ ഉള്ളൂ. ഒരു കുഞ്ഞിനെ ലാളിക്കുന്ന കണക്ക് ഞങ്ങൾ കൊണ്ടുപോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഉടുപ്പിടിപ്പിച്ച് കണ്ണൊക്കെ എഴുതിപ്പിച്ച് ഞങ്ങൾക്ക് വലിയൊരു കുട്ടിയാക്കി എടുക്കണം. അതിന് നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം, അതെങ്ങനെയാണ്? ഓഡിയൻസ് നിറഞ്ഞ സദസ്സാണ് ഞങ്ങൾക്ക് തരേണ്ട പ്രോത്സാഹനം. പ്രൊഫഷണൽ നാടക മത്സരങ്ങളിൽ മികച്ച നാടകമായി അവാർഡുകൾ വാരിക്കൂട്ടുന്ന ആകാശത്തൊരു കടൽ പ്രേക്ഷകരെ 100% സംതൃപ്തി നൽകുന്ന ഒരു നാടകമാണ്. സുന്ദരമാകാശത്തിൽ ചിറകുവിടത്തും കിളി പോലെ പറന്നു പാറി നടക്കുക നമ്മൾ, നാളുകളോർത്തു നടക്കാതെ. അനന്ത സുന്ദരമാകാശത്തിൽ ചിറകുവിടത്തും കിളി പോലെ പറന്നു പാറി നടക്കുക നമ്മൾ, നാളുകളോർത്തു നടക്കാതെ. കുടിലൊരു കൊട്ടാരം പോലാക്കാം സ്വയം മറന്നു ചിരിക്കുമ്പോൾ, രാജാവായി സ്വയം ജനിക്കാം, രാത്രികൾ പകലായി മാറ്റിയിടാം. വിലപ്പെട്ട സന്ദേശങ്ങളുമായി നാടകങ്ങൾ ഉത്സവപ്പറമ്പുകൾ കീഴടക്കുകയാണ്. പണ്ടത്തെക്കാളുപരി മറ്റൊരു നാടകത്തിൻ്റെ അണിയറ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.